Hi everyone, welcome back to Simply Med Learning. GCC ലൈസൻസിങ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഡിഫറെൻറ്റ് കാൻഡിഡേറ്റ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അതിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ DHA, MOH, കുവൈറ്റ് പ്രോമെട്രിക്, ഖത്തർ പ്രോമെട്രിക് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഹൈ yield MCQസിൽ നിന്നും സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. So let's start our session. Firstly, a 19-year-old wrestler fell on his elbow and then complained of pin and needle sensation in his small finger. Which of the following is the most likely cause? Options are A. Contusion of ulnar nerve, B. Injury to the brachial plexus, C. Contusion of median nerve, D. Strains of brachioradialis muscle. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു റെസ്ലറാണ്, ആൾക്കൊരു ഹിസ്റ്ററി ഓഫ് ഫോൾ ഉണ്ട്. ആ ഫോളിനെ ഫോളോ ചെയ്ത് ആൾക്കുണ്ടായ സിംറ്റം എന്ന് പറയുന്നത് പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ ഇൻ ലിറ്റിൽ ഫിംഗർ. സോ നമ്മൾ ലിറ്റിൽ ഫിംഗറിലാണ് ഇവിടെ പിൻസ് ആൻഡ് നീഡിൽസ് പേഷ്യൻ്റ് സജസ്റ്റ് ചെയ്യുന്നത്. സോ ലിറ്റിൽ ഫിംഗർ എന്ന് പറയുമ്പോൾ അതിൻ്റെ നെർവ് സപ്ലൈ ഏതാണ്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഹാൻഡിൻ്റെ നെർവ് സപ്ലൈ എങ്ങനെയാണെന്ന് നോക്കാം. ലിറ്റിൽ ഫിംഗറിൻ്റെ നെർവ് സപ്ലൈ ഏതാണ്? അൾനാർ നെർവ്. ദെൻ നമ്മുടെ ലാറ്ററൽ 3.5 ഡിജിറ്റിന് സപ്ലൈ ചെയ്യുന്നത് മീഡിയൻ നെർവാണ്. ദെൻ നമ്മുടെ ഡോർസം ഓഫ് ഹാൻഡിനെ സപ്ലൈ ചെയ്യുന്നത് റേഡിയൽ നെർവാണ്. ഇതാണ് ഹാൻഡിൻ്റെ നെർവ് സപ്ലൈ. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ലാറ്ററൽ 3.5 ഡിജിറ്റ്സിന് സപ്ലൈ ചെയ്യുന്നത് മീഡിയൻ നെർവ് ആണ്. ആൻറ്റീരിയറിലും അതുപോലെ തന്നെ നെയിൽ ബഡ്സിലും സപ്ലൈ ചെയ്യുന്നത് മീഡിയൻ നെർവ്. മീഡിയൽ 1.5 ഡിജിറ്റിനെ സപ്ലൈ ചെയ്യുന്നത് അൾനാർ നെർവ്. ഡോർസം ഓഫ് ഹാൻഡിനെ സപ്ലൈ ചെയ്യുന്നത് റേഡിയൽ നെർവ്. സോ ഇവിടെ പിൻസ് ആൻഡ് നീഡിൽസ് ഇൻ സ്മോൾ ഫിംഗർ എന്ന് പറയുമ്പോൾ അവിടെ സപ്ലൈ വരുന്നത് അൾനാർ നെർവ് ആണ്. സോ അൾനാർ നെർവ് ഇഞ്ചുറി ആണ് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത്. സോ വി ആർ സെലക്ടിങ് ദ ആൻസർ എ, കൺട്യൂഷൻ ഓഫ് അൾനാർ നെർവ്. സോ ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് അൾനാർ നെർവിൻ്റെ സപ്ലൈ വരുന്നത് ലിറ്റിൽ ഫിംഗർ ആൻഡ് 1.5 ഡിജിറ്റ് ഓഫ് റിംഗ് ഫിംഗറിലാണ് അൾനാർ നെർവ് സപ്ലൈ ചെയ്യുന്നത്. Then second question, a 27-year-old football player sustained a knee injury and was referred to the physical therapy clinic. The initial evaluation showed that it appeared as if the terrible triad type of injury was present. Which of the following is the major structures is most likely damaged in this type of injury? So here the options are lateral and medial meniscus and patellar tendon, medial meniscus, medial collateral ligament and ACL, medial collateral ligament, medial hamstring and quadriceps muscle, lateral collateral ligament, iliotibial band and lateral hamstring tendon. സോ ഈ ഒരു ഓപ്ഷൻസിൽ എന്താണ് ടെറിബിൾ ട്രയാഡ്? ഈ ഒരു വേർഡാണ് അല്ലെങ്കിൽ ഈ ഒരു ടേമിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. സോ ആസ് ദ നെയിം മെൻഷൻ, ട്രയാഡാണ്, 3 സ്ട്രക്ചേഴ്സ് ആണ് ഇതിൽ ഇഞ്ചേർഡ് ആവുന്നത്. ഒരു നീ ഇഞ്ചുറി, ടെറിബിൾ ട്രയാഡ് എന്നറിയപ്പെടുന്ന നീ ഇഞ്ചുറിയിൽ ഇഞ്ചേർഡ് ആകുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? അത് നമുക്ക് ഓർത്തു വെക്കാനുള്ളൊരു കോഡാണ് MAM. അതായത് മീഡിയൽ മെനിസ്കസ്, ACL ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ് ആൻഡ് മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്. ഈ 3 സ്ട്രക്ചേഴ്സ് ആണ് ടെറിബിൾ ട്രയാഡിൽ ഇഞ്ചേർഡ് ആകുന്ന 3 സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ബി ആണ്, മീഡിയൽ മെനിസ്കസ്, മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ് ആൻഡ് ACL. അപ്പോൾ ഈ ടെറിബിൾ ട്രയാഡ് എന്ന് പറയുന്നത് ഒരു നോൺ കോണ്ടാക്ട് പൈവോട്ടിംഗ് മെക്കാനിസത്തിൽ നിന്നാണ് ഈ ഇഞ്ചുറി കോസ് ചെയ്യുന്നത്. അതായത് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഫ്ലെക്ഷൻ, റൊട്ടേഷൻ. പൈവോട്ടിംഗ് എന്ന് പറയുന്നത് ട്വിസ്റ്റിംഗ് ഇഞ്ചുറീസിലാണ് മോസ്റ്റ് കോമൺലി ഈ സ്ട്രക്ചേഴ്സ് ഇഞ്ചേർഡ് ആവുന്നത്. സോ ഈ ഒരു പിക്ചറിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ACL എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രാ ക്യാപ്സുലാർ ആയിട്ട് വരുന്ന സ്ട്രക്ചറാണ്, ജോയിൻറ്റിൻ്റെ ഉള്ളിൽ വരുന്നൊരു സ്ട്രക്ചറാണ്. ദെൻ മീഡിയൽ മെനിസ്കസ്, വാഷർ, നമ്മുടെ വാഷറൊക്കെ എന്ന് പറയുന്ന നമ്മുടെ നീ ജോയിൻറ്റിൻ്റെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് മീഡിയൽ മെനിസ്കസ്. ദെൻ മീഡിയൽ സൈഡിൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്. ഈ 3 സ്ട്രക്ചേഴ്സും കമ്പൈൻഡ് ആയിട്ട് ഇഞ്ചേർഡ് ആവുന്നതിനെയാണ് ടെറിബിൾ ട്രയാഡ് എന്ന് പറയാം. അപ്പം അതിനുള്ള റീസൺ അവിടെ വാൽഗസ് സ്ട്രെസ്, ട്വിസ്റ്റിംഗ് ഇഞ്ചുറി, ഹൈപ്പർ എക്സ്റ്റൻഷൻ, ഇതൊരു കമ്പൈൻഡ് ആയിട്ട് ഇഞ്ചുറീസ് വരുന്നത് കൊണ്ടാണ് നോർമലി ടെറിബിൾ ട്രയാഡ് ഒക്കർ ചെയ്യുന്നത്. ഇത് കോമൺ ആയിട്ട് കാണുന്നത് സ്പോർട്സ് കേസസിലാണ്, സ്പോർട്സ് ഇഞ്ചുറിയാണ്. ഇത് സിവിയർ ആയിട്ടുള്ള നീ ഇൻസ്റ്റെബിലിറ്റി കോസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 79-year-old patient with Brown-Sequard syndrome. Which of the following are the most likely characteristics? Here the options are ipsilateral motor loss, complete spinal cord injury,
ipsilateral motor loss and incomplete spinal cord injury, contralateral motor loss and complete spinal cord injury, contralateral motor loss and incomplete spinal cord injury. സോ ഈ ഒരു ഓപ്ഷൻ അനുസരിച്ച് എന്താണ് ബ്രൗൺ സിക്വേർഡ് സിൻഡ്രോം, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. നമുക്കറിയാം അതെന്താണ്, ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണ്. ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി തന്നെ കംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ട്, ഇൻകംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ട്. എന്താണ് കംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി? അതായത് ഒരു സ്പൈനൽ കോഡിൽ കംപ്ലീറ്റ് ട്രാൻസെക്ഷൻ, അതിൻ്റെ ആ ഒരു ലെവൽ കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുന്നതിനെയാണ് കംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ട്രാൻസെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ്, അതിനെയാണ് ഡാമേജ് ടു ദ ട്രാൻസെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി. ഇനി എന്താണ് ഇൻകംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി? ഒരു സ്പൈനൽ കോഡിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ, ആൻറ്റീരിയറോ പോസ്റ്റീരിയറോ അല്ലെങ്കിൽ ഒരു ഹെമി സെക്ഷൻ, അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ട് ഡാമേജ് ആവുന്നതിനെയാണ് ഇൻകംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോം ആണ്. ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഹാഫ് സൈഡ് അല്ലെങ്കിൽ വൺ സൈഡ് ഓഫ് സ്പൈനൽ കോഡ് ഈസ് ഡാമേജ്ഡ്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ റെഡ് കളറിലുള്ളതാണ് ഇവിടെ ഡാമേജ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ ഈ ഡാമേജ് ആയിട്ടുള്ള പാർട്ട് ഹെമി സെക്ഷൻ ആണ്, അതായത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഒരു വൺ സൈഡ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി സ്പൈനൽ കോഡാണ് അവിടെ ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡ് ഡാമേജ് ആകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഈ ഒരു ഡാമേജിൽ പേഷ്യൻറ്റിന് എന്തൊക്കെയാണ് ലോസ് ആവുന്നത്, മോട്ടോർ ലോസ് ആണോ, സെൻസറി ലോസ് ആണോ, പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ലോസ് ആണോ, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊരു ഇൻകംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണെന്ന് അറിയാം. ഓക്കെ, ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോം ഈസ് എ ഇൻകംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി. ഇനി ഈ ഹാഫ് സൈഡ് നോക്കുമ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ട്? ഒരു സൈഡിൽ, അതായത് നമ്മളൊരു ഹെമി സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റീരിയർ പോർഷൻ, സോ ഈ ഒരു സ്പൈനൽ കോഡിൻ്റെ ആൻറ്റീരിയർ പോർഷനിലാണ് കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റുകൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റ് ആണ് മോട്ടോർ ട്രാക്ട്, മോട്ടോർ ഡിസെൻഡിങ് ട്രാക്റ്റുകൾ. അതായത് പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ മോട്ടോർ കൺട്രോൾ വരുന്നത് ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റിലൂടെ പാസ് ചെയ്യുന്ന ട്രാക്റ്റുകളാണ്, അല്ലെങ്കിൽ ന്യൂറോൺസ് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ലാറ്ററൽ സൈഡിലായിട്ടാണ് സ്പൈനോ തലാമിക് ട്രാക്റ്റുകൾ വിസിബിൾ ആയിട്ടുള്ളത്. ഈ സ്പൈനോ തലാമിക് ട്രാക്റ്റിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ആണ് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ. പക്ഷേ ഈ സ്പൈനോ തലാമിക് ട്രാക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എവിടെയാണോ ഈ സ്പൈനോ തലാമിക് ട്രാക്റ്റുകൾ എൻ്റർ ചെയ്യുന്നത് അതേ ലെവലിൽ തന്നെ അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു, അതിൻ്റെ ഡെക്യൂസേഷൻ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രോസ് സെക്ഷനിലുള്ള സ്പൈനോ തലാമിക് ട്രാക്റ്റുകൾ കൺട്രോൾ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലുള്ള പെയിൻ ആൻഡ് ടെമ്പറേച്ചർ സെൻസേഷനാണ്. ഇനി ഡോർസൽ സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ഡോർസൽ സൈഡിൽ ഡോർസൽ കോളംസ് പ്രസൻ്റ് ആണ്, അതിലൂടെയാണ് വൈബ്രേഷൻ, ഫൈൻ ടച്ച്, പ്രൊപ്രിയോസെപ്ഷൻ പോലുള്ള സെൻസറി സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. ഇനി ഇതുപോലൊരു ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോം ഉണ്ടാകുമ്പോൾ പേഷ്യൻറ്റിന് അവിടെ ലോസ് ആവുന്നത് എന്തെല്ലാമാണ്? അവിടെ പേഷ്യൻറ്റിന് ഇപ്സിലാറ്ററൽ മോട്ടോർ ലോസ് ഉണ്ടാകും. കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ലീഷൻ വരുന്നത് കൊണ്ട് അവിടെ ഇപ്സിലാറ്ററൽ മോട്ടോർ ലോസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്സിലാറ്ററൽ ഡോർസൽ കോളം ലീഷൻ വരുന്നതുകൊണ്ട് ഇപ്സിലാറ്ററൽ സെൻസറി ലോസ്. സെൻസറി ലോസിൽ മെയിനായിട്ട് ലോസ് ആവുന്നത് ഫൈൻ ടച്ച്, പ്രൊപ്രിയോസെപ്ഷൻ, വൈബ്രേഷൻ, ഈ സെൻസുകളാണ്. ദെൻ സ്പൈനോ തലാമിക് ട്രാക്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡെക്യൂസേറ്റ് ചെയ്യുന്നതുകൊണ്ട് കോൺട്രാലാറ്ററൽ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ലോസ് ആണ് ബ്രൗൺ സെക്വേർഡ് സിൻഡ്രത്തിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ബ്രൗൺ സെക്വേർഡ് സിൻഡ്രത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. സോ ബ്രൗൺ സെക്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഇപ്സിലാറ്ററൽ മോട്ടോർ ലോസ്, ഇപ്സിലാറ്ററൽ സെൻസറി ലോസ്, കോൺട്രാലാറ്ററൽ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ലോസ്. Next question. Arthrokinematics refers to movement of joint surface and can be described as convex concave rule. Which of the following is the most appropriate description of the open chain extension of tibiofemoral joint, convex concave rule? So here the question explain ചെയ്യുന്നത് ആർത്രോകൈനമാറ്റിക്സ് ആണ്. എന്താണ് ആർത്രോകൈനമാറ്റിക്സ്? ജോയിൻറ്റ് സർഫസിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ബയോമെക്കാനിക്സിനെയാണ് നമ്മൾ ആർത്രോകൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർത്രോകൈനമാറ്റിക്സിലാണ് നമ്മൾ കോൺവെക്സ് കോൺകേവ് റൂളും അതേപോലെ റൂൾ ഓഫ് കോൺകേവിറ്റി, റൂൾ ഓഫ് കോൺവെക്സിറ്റി ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ മീറ്റ്ലാൻഡ് മൊബിലൈസേഷനിലും അതുപോലെ തന്നെ മൊബിലൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ തന്നിട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയിൻ നീ എക്സ്റ്റൻഷൻ ആണ്. നീ ജോയിൻറ്റിലെ ഓപ്പൺ ചെയിൻ നീ എക്സ്റ്റൻഷൻ. അപ്പോൾ അതിലുണ്ടാകുന്ന റോൾ ആൻഡ് ഗ്ലൈഡ് എങ്ങനെയാണ്, ഏത് ബോണാണ് അവിടെ റോൾ ചെയ്യുന്നത്, ഏത് ബോണിലാണ് അത് റോൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമുക്ക് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, ഫീമർ ഈസ് റോളിംഗ് ആൻഡ് ഗ്ലൈഡിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓൺ ദ ടിബിയ.
Tibia is rolling and gliding in the same direction on the femur. Tibia is rolling and gliding in different direction on the femur. Femur is rolling and gliding in different direction on tibia. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. സോ ആർട്രോകൈനമാറ്റിക്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള റോൾ ആൻഡ് ഗ്ലൈഡിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏതാണ് അവിടെ പറഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് എന്നുള്ളതാണ്. സ്റ്റെപ്പ് 1, അണ്ടർസ്റ്റാൻഡ് ദ മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പൺ ചെയിൻ നീ എക്സ്റ്റൻഷൻ ആണ്. ഓപ്പൺ ചെയിൻ നീ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ മൂവ് ചെയ്യുന്ന ബോൺ ഏതാണ്? ടിബിയ. ടിബിയ ഈസ് മൂവിങ് ഓൺ ഫീമർ. അവിടെ നമ്മുടെ ടിബിയ മൂവിങ് ആണ്, ഫീമർ ഫിക്സ്ഡ് ആണ്. ഇനി ഈ മൂവ് ചെയ്യുന്ന ബോണിൻ്റെ ഷേപ്പ് ഏതാണ്? മൂവ് ചെയ്യുന്നത് ടിബിയാണ്. ടിബിയയുടെ ആർട്ടിക്കുലർ സർഫസിൻ്റെ ഷേപ്പ് കോൺകേവ്. സോ നമ്മളിവിടെ മൂവ് ചെയ്യുന്ന ബോണിൻ്റെ ഷേപ്പ് ഏതോ ആ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഹിയർ ഇവിടെ അപ്ലൈ ചെയ്യുന്ന റൂൾ ഓഫ് കോൺകേവിറ്റി ആണ്. സോ നമ്മളിവിടെ മൂവ് ചെയ്യുന്ന ജോയിൻറ്റ് സർഫസ് ആണ് അനലൈസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കോൺകേവ്. സോ വി ആർ അപ്ലൈയിങ് കോൺകേവ് കോൺവെക്സ് റൂൾ. കോൺകേവ് കോൺവെക്സ് റൂളിൽ അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺകേവ് കോൺവെക്സ് റൂൾ എന്ന് പറയുമ്പോൾ റോളും ഗ്ലൈഡും സെയിം ഡയറക്ഷനിലായിരിക്കും. നമ്മൾ ഓപ്പൺ ചെയിൻ നീ എക്സ്റ്റൻഷൻ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവിടെ റോള് വരുന്നത്? നീ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ടിബിയ ആൻറ്റീരിയർലി ആണ് റോൾ ചെയ്യുന്നത്. ആൻറ്റീരിയർലി റോള് വരുമ്പോൾ ഗ്ലൈഡും സെയിം ഡയറക്ഷൻ, അതായത് ഗ്ലൈഡും നമ്മൾ ആൻറ്റീരിയറിലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ടിബിയ ഈസ് റോളിങ് ആൻഡ് ഗ്ലൈഡിങ് ഓൺ സെയിം ഡയറക്ഷൻ ഓൺ ഫീമർ. അതായത് ഇവിടെ ടിബിയാണ് മൂവിങ് ബോൺ. അപ്പോൾ ടിബിയ ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്, റോൾ ചെയ്യുന്നത്, അതും സെയിം ഡയറക്ഷനിൽ. അതിൽ റോളും ഗ്ലൈഡും സെയിം ഡയറക്ഷനാണ്. ബി ഓപ്ഷനാണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 37-year-old man was referred to the physical therapy clinic for back pain. The physical therapist needs to implement an intervention according to the prognosis. Which of the following refers to the term prognosis? എന്താണ് പ്രൊഗ്നോസിസ്? പ്രൊഗ്നോസിസ് എന്ന ടേമിൻ്റെ ഡെഫിനേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഇറ്റ് ഈസ് ദ പ്രെഡിക്റ്റബിൾ കോസ് ഓഫ് ദ കണ്ടീഷൻ. ഒരു കണ്ടീഷന് നമ്മളൊരു പ്രൊഫഷണൽ ഇൻ്റർവെൻഷൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കോസിന് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ്റെ പ്രഡിക്റ്റബിൾ കോസ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേമാണ് പ്രൊഗ്നോസിസ്. ഓക്കെ, സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, പ്രഡിക്റ്റബിൾ കോസ് ഓഫ് ദ കണ്ടീഷൻ. സോ പ്രൊഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രഡിക്റ്റബിൾ കോസ് ഓർ ഔട്ട്കം ഓഫ് ദ കണ്ടീഷൻ ഓവർ ടൈം ഇൻ ആബ്സെൻസ് ഓഫ് എനി പ്രൊഫഷണൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇത് മെയിനായിട്ട് ഒരു തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ റിക്കവറിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാണാൻ, നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യാൻ, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ ഒരു തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഗ്നോസിസ് ആണ്. ഇനി അതർ ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ബി എന്ന് പറയുന്നത് ഡിറ്റർമൈനിങ് ദ നേച്ചർ ഓഫ് കണ്ടീഷൻ. ആ ഒരു ടേമിന് നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഏതിൻ്റെ ഡെഫിനിഷനാണ്? ഇറ്റ് ഈസ് ഡയഗ്നോസിസ്. അതായത് ഒരു കണ്ടീഷൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് പറയുന്നതാണ് ഡയഗ്നോസിസ്. ദെൻ ടെസ്റ്റ് ആൻഡ് മെഷർ ഫൈൻഡിങ്സ് റിലേറ്റഡ് ടു ഫിസിക്കൽ എക്സാം. അത് എക്സാമിനേഷനിൽ വരുന്നതാണ്, ഫിസിക്കൽ എക്സാമിനേഷനാണ് മെയിൻലി. ദെൻ ടെസ്റ്റ് ആൻഡ് മെഷർ ഫൈൻഡിങ് റിലേറ്റഡ് ടു മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്ററി ടേക്കിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. Next question. A 56-year-old man comes to the physical therapy clinic with low back pain for more than 3 months. During the assessment, the physical therapist decided to reduce the patient's pain by using an electric heating pad. Which type of heat transfer is done between the pad and skin? Options are radiation, convection, conversion, conduction. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു ലോ ബാക്ക് ഏക്കുള്ള പേഷ്യൻറ്റിൽ ഹീറ്റിംഗ് പാഡ്, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് പാഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് പാഡിലെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്കറിയാം ഹീറ്റിംഗ് പാഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഹീറ്റിംഗ് പാഡ് ഡയറക്റ്റ് പേഷ്യൻറ്റിൻ്റെ സ്കിന്നിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഹീറ്റിംഗ് പാഡിലുള്ള ഹീറ്റിംഗ് മോളിക്യൂൾസിൽ നിന്നും ടെമ്പറേച്ചർ സ്കിന്നിലേക്ക് ത്രൂ കോണ്ടാക്ട്, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ഹീറ്റിംഗ് പാഡിലെ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കണ്ടക്ഷനാണ്. ഇനി എന്താണ് കൺവെക്ഷൻ, കൺവേർഷൻ, റേഡിയേഷൻ? അതർ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ആണ്. ആദ്യത്തേത് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫറിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വേൾപൂൾ ബാത്ത്, ഫ്ലൂയിഡോ തെറാപ്പി. ഈ വേൾപൂൾ ബാത്തിലൊക്കെ എന്താണ്, അജിറ്റേഷൻ ഓഫ് വാട്ടറാണ്. ഇനി ഫ്ലൂയിഡോ തെറാപ്പി ആണെങ്കിലും അതിലുള്ള സെല്ലുലോസ് പാർട്ടിക്കിൾ അജിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിലുള്ള
പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്സ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കോസ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റിലൂടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കേസ് തന്നെയാണ്. യു വി റേഡിയേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഡയറക്റ്റ് വന്ന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ച്, അതായത് റേഡിയേഷൻസ് വഴി ഉണ്ടാകുന്ന വേവ്സ് വഴി ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലൂടെ ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ, അതിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ദെൻ കൺവേർഷൻ, അടുത്തൊരു മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ കൺവേർട്ട് ചെയ്യുക, അതായത് ഒരു ഫോം ഓഫ് എനർജിയിൽ നിന്നും ഹീറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SWD അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, ഇതിലൊക്കെ നടക്കുന്നത് കൺവേർഷൻ ആണ്. ഇത് SWDയിൽ എന്താണ്, രണ്ട് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റർ പ്ലേറ്റും നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അതിന് ഇൻ ബിറ്റ്വീൻ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഈ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഫോം ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് പിന്നീട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഒരു ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെയുള്ള മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കൺവേർഷനാണ്. ഇനി അതുപോലെ തന്നെ അൾട്രാസൗണ്ട് എടുത്താലോ, അൾട്രാസൗണ്ടിലുള്ളത് എക്വാസ്റ്റിക് എനർജി അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡണൽ വേവ്സ് ആണ്, അൾട്രാസൗണ്ട് വേവ്സ് ആണ് വരുന്നത്. ഈ അൾട്രാസൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡണൽ വേവ്സ് ആണ്, അതായത് കംപ്രഷൻ ആൻഡ് റയർഫാക്ഷൻ ഉള്ള വേവ്സ് ആണ്. അപ്പോൾ ഈ വേവ്സ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാകുന്നു, മെക്കാനിക്കൽ കംപ്രഷൻ ആൻഡ് റയർഫാക്ഷൻ ഉണ്ടാക്കുന്നു മോളിക്യൂൾസിൽ. അപ്പോൾ ഈ ഒരു എക്വാസ്റ്റിക് എനർജി ആദ്യം മോളിക്യൂൾസിനിടയിൽ ഒരു മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മെക്കാനിക്കൽ എനർജിയാണ് പിന്നീട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അൾട്രാസൗണ്ടിലും വരുന്നത് കൺവേർഷനാണ്. സോ SWD അൾട്രാസൗണ്ട് ഇതിൽ രണ്ടിലും വരുന്നത് കൺവേർഷനാണ്. ഹീറ്റിംഗ് പാഡ്, വാക്സ് തെറാപ്പി, ഇതിലെല്ലാമുള്ള മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കണ്ടക്ഷൻ. IRR UVRലൊക്കെ വരുന്നത് റേഡിയേഷൻ. ദെൻ ഫ്ലൂയിഡോ തെറാപ്പി, വേൾപൂൾ ബാത്ത്, ഇതിലൊക്കെയുള്ള മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കൺവെക്ഷൻ ആണ്. Next question, which of the following is the minimum separation in centimeters of the rectus abdominis muscle during pregnancy that is considered clinically significant? Options are 1 cm, 2 cm, 3 cm and 4 cm. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സെപ്പറേഷൻ ഓഫ് റെക്ടസ് അബ്ഡോമിനസ് മസിൽ, ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയാസ്റ്റാസിസ് റെക്ടെ. അപ്പോൾ ഈ ഡയാസ്റ്റാസിസ് റെക്ടെ എന്ന് പറയുന്ന കണ്ടീഷൻ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ മിനിമം സെപ്പറേഷൻ എത്ര സെൻറ്റിമീറ്റർ ആവുമ്പോഴാണ് ഡയാസ്റ്റാസിസ് റെക്ടെ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആകുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഡയാസ്റ്റാസിസ് റെക്ടെ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ ആണ്. അപ്പോൾ ഈ സെപ്പറേഷൻ 2 സെൻറ്റിമീറ്റർ ഓർ മോർ ആവുമ്പോഴാണ് അത് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോൾ മിനിമം സെപ്പറേഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മിനിമം സെപ്പറേഷൻ 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇതുപോലെ തന്നെ മാക്സിമം സെപ്പറേഷനും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. മാക്സിമം സെപ്പറേഷൻ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാക്സിമം സെപ്പറേഷൻ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഡയാസ്റ്റാസിസ് റെക്ടസ് അബ്ഡോമിനസ് മസിൽ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയാസ്റ്റാസിസ് റെക്ടെ എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ ആണ് ഈ സെപ്പറേഷൻ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Next question, a cerebral embolism can cause serious cerebrovascular accident. Which of the following is the main site of origin of cerebral emboli? Options are lungs, heart, superficial leg vein, cervical, lymphatic system. So എന്താണ് ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, CVAയുടെ ഒരു മെയിൻ കോഴ്സായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സെറിബ്രൽ എംബോളി. അപ്പോൾ ഈ സെറിബ്രൽ എംബോളയുടെ ഒറിജിൻ എവിടെ നിന്നാണ് സെറിബ്രത്തിലേക്ക് എംബോളി ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ ബ്ലഡ് വരുന്നത്, ഈ സെറിബ്രത്തിലേക്കുള്ള ബ്ലഡ് എവിടെ നിന്നാണ് വരുന്നത് നോക്കിയാൽ മതി. നമ്മുടെ ഹാർട്ടിൽ നിന്നാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടാണ് സെറിബ്രൽ എംബോളിയുടെ ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഹാർട്ടിൽ എവിടെയെങ്കിലും എംബോളി ഫോം ചെയ്ത് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ത്രോംബസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഡിസ്ലോഡ്ജ് ചെയ്ത് വന്നൊരു പീസോ മറ്റോ ബ്ലഡ് പമ്പ് ചെയ്യുന്നു, നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു. ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ അത് അയോട്ടയിലൂടെ പോകും. അയോട്ടയിൽ നിന്നത് ബ്രാക്യോസെഫാലിക് ആർട്ടറിയിലേക്ക് കയറും. പിന്നെ അത് അവിടുന്ന് സെഫാലിക് ആർട്ടറി വഴി കരോട്ടിഡ് ആർട്ടറിയിലെത്തും. കരോട്ടിഡ് ആർട്ടറിയിലൂടെ അത് എന്ത് ചെയ്യുന്നു,
നമ്മുടെ ഒന്നെങ്കിൽ വെർട്ടിബ്രൽ ആർട്ടറിയിലൂടെയോ അല്ലെങ്കിൽ കരോട്ടിഡ് ആർട്ടറിയിലൂടെയോ സർക്കിൾ ഓഫ് വില്ലിസിൽ എത്തും. സർക്കിൾ ഓഫ് വില്ലിസിലാണ് മെയിനായിട്ടുള്ള സെറിബ്രത്തിലേക്കുള്ള ബ്രാഞ്ചസ് ഒക്കെ ഉള്ളത്. ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി, മിഡിൽ സെറിബ്രൽ ആർട്ടറി, പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. ഇതിലെവിടെയെങ്കിലും ഈ എംബോളസ് പോയി ഡിസ്ലോഡ്ജ് ആയി കഴിഞ്ഞാൽ അത് എന്ത് കോസ് ചെയ്യുന്നു? CVA കോസ് ചെയ്യുന്നു. അപ്പോൾ സെറിബ്രൽ എംബോളയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഇനി ലങ്സിൽ ഫോം ചെയ്യുന്ന എംബോള എങ്ങോട്ടാണ് ഫോം ചെയ്യുന്നത്? ലങ്സിൽ ഒരു എംബോള ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടേക്കാണ് ആ ബ്ലഡ് പോകുന്നത്? ലങ്സിൽ നിന്നുള്ള ബ്ലഡ് പിന്നെ പോകുന്നത് ഹാർട്ടിലേക്കാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഹാർട്ടിനെയോ ഹാർട്ടിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള വെസൽസിനെയോ ആയിരിക്കും. ദെൻ സൂപ്പർഫിഷ്യൽ ലെഗ് വെയിൻസ് ഫോം അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ലെഗ് വെയിൻസിൽ നിന്നും എമേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നും ഫോം ചെയ്യുന്ന എംബോളകൾ പോയി ഡിസ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഈ വീനസ് സർക്കുലേഷൻ പാസ് ചെയ്യുന്നത്, ഈ സൂപ്പർഫിഷ്യൽ വെയിനിൽ നിന്നും അത് ഇൻഫീരിയർ വീനക്കാവ വഴി പൾമിനറി സർക്കുലേഷനിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു പൾമിനറി എംബോളയായിട്ട് അല്ലെങ്കിൽ പൾമിനറി സർക്കുലേഷനെ അഫക്റ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതലുള്ളത്. പിന്നെ ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് സെർവിക്കൽ ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റവും എംബോളയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതും സെർബ്രത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനുമായിട്ട് യാതൊരു കണക്ഷനും വരുന്നില്ല. ഡി ഓപ്ഷൻ അല്ല. സോ ഇവിടെ ഒറിജിൻ, സെറിബ്രൽ എംബോളയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 48-year-old patient is suffering from chest wheezing, dyspnea, secretion and coughing for many years. What does this clinical feature indicate? So here the options are asthma, pneumonia, emphysema and chronic bronchitis. അപ്പോൾ ഇത് ഏതിൻ്റെ സിംറ്റം ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ആൻസർ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് തന്നൊരു മെയിൻ ഹിൻഡ് എന്താണെന്ന് വെച്ചാൽ കഫിങ് ഫോർ മെനി ഇയേഴ്സ്. അത് ഏതിൻ്റെ സിംറ്റമാണ്? ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അപ്പോൾ എന്താണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്? ബ്രോങ്കൈറ്റിസ് ആ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഐറ്റിസ് എന്നെന്താ? ഇൻഫ്ലമേഷൻ. ബ്രോങ്കസിൻ്റെ ഇൻഫ്ലമേഷൻ. അപ്പോൾ ബ്രോങ്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ വാൾസിലുള്ളത് സീലിയേറ്റഡ് കൊളംനാർ എപ്പിത്തീലിയം സെൽസ് ആണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് മ്യൂക്കസ് സെക്രേറ്റിംഗ് ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൊളംനാർ എപ്പിത്തീലിയം അല്ലെങ്കിൽ ബ്രോങ്കസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എക്സസീവ് മ്യൂക്കസ് സെക്രീഷൻ ഉണ്ടാകും, ഹൈപ്പർ സെക്രീഷൻ ഓഫ് മ്യൂക്കസ്. ഈ ഹൈപ്പർ സെക്രീഷൻ പിന്നീട് അവിടെ എക്സസീവ് ആയിട്ടുള്ള സെക്രീഷൻ പിന്നീട് പേഷ്യൻറ്റിന് കഫ് കോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കഫ് കോൺസിക്യൂട്ടീവായി 3 months അടുത്തടുത്ത് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് 2 yearsൽ പീരിയോഡിക്കായി പേഷ്യൻറ്റിന് കണ്ടിന്യൂസ് 3 months ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ക്രോണിക് കഫ് വിത്ത് ഹൈപ്പർ സെക്രീഷൻ, ദാറ്റ് ഈസ് കോളിങ് ആസ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. സോ ക്രോണിക് ബ്രോങ്കൈറ്റിസിൻ്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് വരുന്നത് വീസിങ്, ഡിസ്നിയ, കഫിങ് ഫോർ മെനി ഇയേഴ്സ് ആൻഡ് ഹൈപ്പർ സെക്രീഷൻ. പിന്നെ നമുക്ക് അതർ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് ആസ്മ, ന്യൂമോണിയ ആൻഡ് എംഫൈസീമ. അതിൽ ആസ്മ എന്ന് പറയുന്നത് അലർജൻസിനോട് ഉണ്ടാകുന്ന ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആണ്, ബ്രോങ്കസ് കാണിക്കുന്ന ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആണ്. അതിൻ്റെ മെയിൻ സിംറ്റം ആയിട്ട് വീസിങ്ങും കഫിങ്ങും ഒക്കെ പറയാറുണ്ടെങ്കിലും ബ്രോങ്കോസ്പാസം, പിന്നെ അതുപോലെ ഹൈപ്പർ സെക്രീഷൻ, വീസിങ്, ഡിഫിക്കൽട്ടി ടു എക്സ്പയർ, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് പലപ്പോഴും പറയാറുള്ളത്. കഫിങ് ഫോർ മെനി ഇയേഴ്സ് എന്ന് പറയുന്നത് ക്ലിയർലി സജസ്റ്റ് ചെയ്യുന്നത് ക്രോണിക് ബ്രോങ്കൈറ്റിസിലേക്കാണ്. ദെൻ ന്യൂമോണിയ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ലങ്സിനെയാണ് ന്യൂമോണിയ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 34-year-old patient with a long-standing low back pain is referred to the physiotherapy clinic for treatment and management. Examination reveals skin sensory loss on the lateral aspect of foot as shown. The sensory loss is most likely due to involvement of which of the following nerve roots? നമുക്ക് ഇമേജിൽ തന്നിട്ടുള്ള ഏരിയ ഏത് ഡെർമറ്റോം ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇമേജിൽ തന്നിട്ടുള്ള ഈ ഒരു പോർഷൻ ഏത് ഏരിയ അല്ലെങ്കിൽ ഏത് നെർവ് റൂട്ടാണ് ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ഫുട്ടിന് സപ്ലൈ ചെയ്യുന്നത്? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ L2, L3, L4 ആൻഡ് S1. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് S1 ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ അറിയേണ്ടത് ലോവർ ലെഗിൽ അല്ലെങ്കിൽ നമ്മുടെ ലെഗ് ഹാങ്കിൾ ഫൂട്ട് അല്ലെങ്കിൽ ഫൂട്ട് ഏരിയ ലോവർ ലെഗിൽ വരുന്ന ഡെർമറ്റോംസ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതിൽ മീഡിയൽ ആസ്പെക്ട് ഓഫ് ലെഗ് ആൻഡ് ഫൂട്ട് ഈ ഒരു ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യുന്നത് L4 ഡെർമറ്റോമാണ്. ഇനി ആൻറ്റീരിയർ ആസ്പെക്ട് ഓഫ് ലെഗ് ആൻഡ് ഡോർസം ഓഫ് ഫൂട്ട് ബിഗ് ടോ, ഇത്രയും ഏരിയാസിന് സപ്ലൈ ചെയ്യുന്നത് L5 ഡെർമറ്റോമാണ്.
ഇനി ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ഫൂട്ടിനും ലിറ്റിൽ ഫിംഗറിനെല്ലാം സപ്ലൈ ചെയ്യുന്നത് S1 ഡെർമറ്റോമാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് ലോവർ ലെഗിൽ അറിയേണ്ട ഡെർമറ്റോംസ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ഇപ്പോൾ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ഫൂട്ടാണ് ഇമേജിൽ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻറ്റീരിയർ ആസ്പെക്ട് അല്ലെങ്കിൽ ഡോർസൽ ആസ്പെക്ട് ഓഫ് ഫൂട്ട് എന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്, മീഡിയൽ ആസ്പെക്ട് ഓഫ് ഫൂട്ട് എന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ മീഡിയൽ ആസ്പെക്ട് ഓഫ് ഫൂട്ട് ആണെങ്കിൽ L4 ഡെർമറ്റോം, ഡോർസൽ ആസ്പെക്ട് ഓഫ് ഫൂട്ട് ആണെങ്കിൽ L5 ഡെർമറ്റോം, ദെൻ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ഫൂട്ട് ആണെങ്കിൽ S1 ഡെർമറ്റോം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഡെർമറ്റോംസ് റിമെമ്പർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിലേക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.